അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഉലൂമുദ്ദീൻ വർക്ക് ബുക്കിന്റെയും 18ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അസ്അലുക മിൻ ഫളിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്റിന്റെ അവസാനത്തെ ഭാഗമാണ്. ഇതിൽ പറയുന്നത് കഴിഞ്ഞ പാഠത്തിന്റെ തുടർച്ചയാണ്. ഉസ്മാനും ഉപ്പയും പള്ളിയിൽ ചെന്ന് ഇശാ നിസ്കാരത്തിന്റെ ആ രൂപമാണ്, അതിന്റെ ബാക്കിയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ പള്ളിയിലെത്തി വലതു കാൽ വെച്ച് കയറി ചൊല്ലേണ്ട ദിക്ർ ചൊല്ലി ശേഷം നിസ്കാരം പൂർത്തിയാക്കി തിരിച്ചു പോരുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ട ദിക്ർ ചൊല്ലി വീട്ടിലെത്തി ഉമ്മയോട് സലാം പറഞ്ഞ് വീട്ടിൽ കയറുമ്പോഴുള്ള ദിക്ർ ചൊല്ലി എന്നതാണ് ഈ പാഠത്തിൽ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. രണ്ടാം റക്അത്തിൽ സുജൂദുകൾക്ക് ശേഷം ഇമാം ഇരുന്നു. അത്തഹിയ്യാത്തും ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്നതുവരെ സ്വലാത്തും ചൊല്ലി. നാലാം റക്അത്തിൽ രണ്ട് സുജൂദുകൾക്ക് ശേഷം അത്തഹിയ്യാത്തും പൂർണ്ണ സ്വലാത്തും ദുആഉം ചൊല്ലി. ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് വലതുഭാഗത്തേക്കും ശേഷം അപ്രകാരം പറഞ്ഞ് ഇടതുഭാഗത്തേക്ക് മുഖം തിരിഞ്ഞ് സലാം ചൊല്ലി. ദിക്ർ ചൊല്ലിയ ശേഷം ഇമാം ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. സുന്നത്ത് നിസ്കരിച്ചു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക് എന്ന് ചൊല്ലി ഇടതുകാൽ വെച്ച് മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങി. ഉസ്മാൻ, സുബ്ഹ് നിസ്കാരത്തിന് ഉപ്പയുടെ കൂടെ ഞാൻ വരും. ഉമ്മയോട് സലാം ചൊല്ലി ബിസ്മില്ലാഹി വലജനാ ബിസ്മില്ലാഹി ഖറജനാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്ന് ചൊല്ലി അവർ വീട്ടിൽ കയറി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യം ഞാൻ ചോദിക്കുന്നു. ദഫ്തർ ത്വാലിബ് തദ്രീബാത്തുകൾ നമുക്ക് വർക്ക് വായിക്കാം. ഒന്നാമത്തെ വർക്ക് നുജീബ്, ഉത്തരമേതാനാണ്. ചോദ്യം 1, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വലജനാ ബിസ്മില്ലാഹി ഖറജനാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ. ചോദ്യം 2, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എഴുതുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. ചോദ്യം 3, സലാമിന് ശേഷം ഇമാം എന്ത് ചെയ്തു? ദിക്ർ ചൊല്ലിയ ശേഷം ഇമാം ദുആ ചെയ്തു. ഇനി രണ്ടാമത്തെ വർക്ക് തഖ്സീസാണ്, അസൈൻമെന്റ് ചെയ്യാനാണ്. എന്താണത്? ഉസ്മാൻ ഉപ്പയും മസ്ജിദിൽ പോയ സംഭവം വിവരിക്കുക. ഇതിന്റെ ഉത്തരം മുമ്പത്തെ പാഠത്തിലും ഈ പാഠത്തിലും കൂടെ എഴുതേണ്ടത് എന്താണ്? ഉസ്മാൻ ഉപ്പയും മസ്ജിദിലെത്തിയപ്പോ വലതുകാൽ വെച്ച് ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മത്ത് എന്ന് ചൊല്ലിയിട്ടാണ് കയറിയത്. ഇഖാമത്ത് വിളിച്ചപ്പോ ഉസല്ലി ഫർള സ്വലാത്തുൽ ഇശാഇ 4 റക്അത്തിൻ മുതവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി യദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാം എന്ന് നിയ്യത്ത് വെച്ച് ഇശാ നിസ്കരിച്ചു. എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇരു ചുമലിന് നേരെ കൈ ഉയർത്തി നെഞ്ചിനും പൊക്കിളിനുമിടയിൽ കൈ കെട്ടി ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലി. ഇമാം ഉച്ചത്തിൽ ഫാത്തിഹ ഓതി. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. ഇമാമിനോടൊപ്പം എല്ലാവരും ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. എല്ലാവരും പതുക്കെ ഫാത്തിഹ ഓതി. ഇമാം ഉച്ചത്തിൽ സൂറത്ത് ഓതി. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. ഇമാം തക്ബീർ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി ശേഷം റുകൂ ചെയ്തു. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇഅ്തിദാദിലേക്ക് ഉയർന്നു. 2 സുജൂദും ഇടയിൽ ഇരുത്തും നിർവഹിച്ചു. രണ്ടാം റക്അത്തിലെ സുജൂദുകൾക്ക് ശേഷം ഇമാം ഇരുന്നു. അത്തഹിയ്യാത്തും ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്നതുവരെ സ്വലാത്തും ചൊല്ലി. നാലാം റക്അത്തിൽ 2 സുജൂദുകൾക്ക് ശേഷം അത്തഹിയ്യാത്തും പൂർണ്ണ സ്വലാത്തും ദുആഉം ചൊല്ലി.
ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് വലതുഭാഗത്തേക്കും ശേഷം അപ്രകാരം പറഞ്ഞ് ഇടതുഭാഗത്തേക്ക് മുഖം തിരിച്ച് സലാം ചൊല്ലി ദിക്ർ ചൊല്ലിയ ശേഷം ഇമാം ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. സുന്നത്ത് നിസ്കരിച്ചു. ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്ന് ചൊല്ലി ഇടതുകാൽ വെച്ച് മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങി ഉസ്മാൻ സുബ്ഹി നിസ്കാരത്ത് ഉപ്പയുടെ കൂടെ ഞാൻ വരും എന്ന് പറഞ്ഞു. ഉമ്മയോട് സലാം ചൊല്ലി ബിസ്മില്ലാഹി വലജനാ വബിസ്മില്ലാഹി ഖറജനാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്ന് ചൊല്ലി വീട്ടിൽ കയറി. ഇതാണ് ഉസ്മാൻ ഉപ്പയും മസ്ജിദിലെത്തിയ സംഭവം. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കാനും പഠിക്കാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.